ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കൈക്കുഴി നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് നമ്മൾ ഉള്ളിലേക്ക് ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് കൈക്കുഴി. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഈ ഡ്രോയിങ്സിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുക. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ നെക്കിനെ നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു 2 ഇഞ്ച് വിട്ടും ഒരു 15 ഇഞ്ചസ് ലെങ്ത്തിലുള്ള ഒരു ക്ലോത്താണിത്. ആ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് അടിക്കാം. അപ്പം ഈ ക്ലോത്തിന്റെ നല്ല വശത്ത് ഈ ഒരു ക്ലോത്തിന്റെ നല്ല വശം വെക്കണം. ഇത് ഉള്ളിലേക്ക് ചീത്ത വശം പോയേക്കണം. നല്ല വശം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിപ്പം ഇതൊരു ക്രോസ് പീസ് അല്ല, ഇത് നമ്മളൊരു സ്ട്രൈറ്റ് പീസ് ആണ് എടുത്തേക്കുന്നത്. സ്ട്രൈറ്റ് പീസ് എടുത്താൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ഈ സൈഡ് വഴി ചെറിയ കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതായത് നമുക്കത് ആ തുണി ഈ ക്ലോത്ത് നമുക്ക് പ്രോപ്പറായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ട, ചീത്ത വശത്തേക്ക് ഇതുപോലെ തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ക്ലോത്തിന്റെ ഈ ഒരു സൈഡ്, അതായത് ഈ നല്ല വശത്തേക്ക് ടോപ്പിന്റെ ഇതിലേക്ക് കയറരുത്. നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ചേക്കുന്ന ഈ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വരണം. ആ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഇല്ലേ, അത് ഈ ക്ലോത്തിലേക്ക് നിൽക്കുന്ന രീതിയിൽ കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷനും ഉണ്ടാവും. നമ്മുടെ ആ നെക്ക് ഇങ്ങോട്ട് വിട്ടു പോരത്തുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ മാത്രം സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ല എങ്കിൽ നമ്മൾ ഇതിനെ ഹെം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ട് നൂല് വെച്ച് ഇങ്ങനെ ഹെം ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് വഴി ഹെം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും, നമ്മൾ ഏതൊക്കെ സൈഡിൽ സ്റ്റിച്ച് ചെയ്താലും നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അതിനൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഇതുപോലെ എക്സ്ട്രാസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ബാക്കിലെ പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അയൺ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരേണ്ടത് ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ വെക്കുക. അതായത് ഇതും നല്ല വശമാണ്, ഇതും നല്ല വശമാണ്. ഈ രണ്ട് നല്ല വശവും കൂടി ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇതിലൂടെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ, അതായത് 1/2 ഇഞ്ച് മാറ്റി നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡർ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്ത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ കൈക്കുഴിയുടെ അവിടെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 2 ഇഞ്ചസ് വിഡ്ത്തിലും ഒരു 20 ഇഞ്ചസ് ലെങ്ത്തിലും ഉള്ള ഒരു ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീത്തവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാം. ഇല്ല എങ്കിൽ ഇങ്ങനെ അയൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടി ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ 4 ഇഞ്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇല്ല ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ 4 ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്യുക. ഇതുപോലെ നമ്മൾ റൗണ്ടിൽ അതായത് ആ സ്ലീവിൻ്റെ അവിടെ നമ്മളൊന്ന് മറിച്ചടിക്കാനാണ്, ആ കൈക്കുഴിയുടെ അവിടെ ഒന്ന് മറിച്ചടിക്കാനാണ്. ഇപ്പൊ നെക്ക് ചെയ്യുന്നത് പോലെ തന്നെ സെയിം ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. വേറെ കോൺട്രാസ്റ്റ് പീസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ സെയിം തന്നെ വെച്ച് ചെയ്യുന്നു. നേരത്തെ നെക്കിന് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് പോലെ ഈ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന തിരിഞ്ഞ് കിട്ടാൻ നമുക്ക് സുഖത്തിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു തിക്കായിട്ട് ഫീൽ ചെയ്യും, തിരിഞ്ഞ് വരത്തില്ല. അതുപോലെ നമ്മളിവിടെ തയ്യൽ തുമ്പ് കൂടുതലിട്ടാലും ഭയങ്കര തിക്നെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും കുറച്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു അത്ര പ്രാക്ടീസ് ഇല്ലാണ്ടല്ല ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് തിരിച്ചു വെച്ചിട്ട് ഈ തുണിയിലേക്ക് വരുന്ന രീതിയിൽ, അതായത് ഈ നല്ല ക്ലോത്തിലേക്ക്, നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ക്ലോത്തിലേക്ക് മാത്രമേ സ്റ്റിച്ച് വീഴാവുള്ളൂ. ഈ ടോപ്പിൻ്റെ ഈ പോർഷനിലേക്ക് സ്റ്റിച്ച് വീഴാനേ പാടില്ല. അപ്പം ഈ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ തിരിച്ചടിക്കുക. എന്നാൽ നമ്മൾ ഇട്ട സ്റ്റിച്ച് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എക്സ്ട്രാസ് കട്ട് ചെയ്യുക. ഇനി മടക്കി അടിക്കുക. മടക്കി ഇതിങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അടിക്കുക. രണ്ട് കൈക്കുഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല വശം രണ്ടും ഉള്ളിലേക്ക്, ഇപ്പം ഇതാണ് നല്ല വശം. നല്ല വശവും കൂടി ഇപ്പോൾ ഒരുമിച്ചിരിക്കുക. ഈ നല്ല വശം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ലെങ്ത് എടുത്ത് അവിടുത്തെ വിട്ടെടുത്തില്ലേ, അപ്പോൾ 1 ഇഞ്ച് അല്ലേ നമ്മളിപ്പോൾ സീം എലമെന്റ്സ് കൊടുത്തേക്കുന്നത് തയ്യൽ തുമ്പ്. ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇത് കണ്ടോ, അത് ഈ ഡ്രോയിങ്സ് കൊടുത്തേക്കുന്നതാണ്. ഇതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിന്റെ വരെ, നമ്മൾ സ്ലിറ്റ് ടോപ്പാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ സ്ലിറ്റിന്റെ അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം സ്ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം സ്ലിറ്റിന്റെ അവിടം വരെ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. കൈക്കുഴിയുടെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക.
കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ കൊണ്ട് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുക, അതായത് ഒന്ന് കെട്ടിടുക. കെട്ടിട്ടിട്ട് ഈ പോയിന്റ് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തുക, സൂചി ഇങ്ങനെ കുത്തി നിർത്തി ഈ പൂട്ട് പൊക്കിയിട്ട് തിരിച്ച് പൂട്ട് അതുപോലെ തന്നെ വെക്കുക, താഴത്തോട്ട് വെക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ച് ഇട്ടതിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ 3-4 സ്റ്റിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, അത് ഭയങ്കര വൃത്തികേടായി പോകും. അപ്പോൾ ഈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ഇട്ടേക്കണ ആ സ്റ്റിച്ചിൽ കൂടി തന്നെ സ്റ്റിച്ചിട്ട് ബാക്കിലോട്ട് വരിക. കുത്തി നിർത്തുക. എന്നിട്ട് ബാക്കിലൂടെ തന്നെ വീണ്ടും ആ സ്റ്റിച്ചിൽ കൂടി തന്നെ ബാക്കോട്ട് പോകും. നമ്മൾ ഈ ടോപ്പിനെ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തുണിനെ നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് വേണ്ടോ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ ഉള്ളിലേക്ക്. ചീത്ത വശത്തേക്ക് ഈ മടക്കിക്കൊണ്ടിരിക്കുന്നത്, കോപ്പി ചെയ്തോണ്ടിരിക്കുന്നത്. ചീത്ത വശത്തേക്ക് ഇങ്ങനെ 1 ഇഞ്ചല്ലേ നമ്മൾ ഇട്ടേക്കുന്ന സ്ലിറ്റ് മടക്കാനായിട്ട്. അപ്പം ഈ 1 ഇഞ്ച്, 1/2 ഇഞ്ച് ആദ്യം ഉള്ളിലേക്ക് മടക്കുക, 1/2 ഇഞ്ച് ഇപ്പോൾ ഉള്ളിലേക്ക് മടക്കി, ഇനി 1/2 ഇഞ്ചും കൂടി മടക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. താഴത്തുനിന്നാണ് മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. താഴത്തുനിന്ന് മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. വേണ്ട ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ നമുക്ക് കിട്ടും. ഇവിടെ എത്താനാകുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ട ഈ ഒരു പോയിന്റിൽ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഈ പോയിന്റ് ഇതിങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് കുത്തി നിർത്തും. എന്നിട്ട് ഫൂട്ട് പൊക്കി സൂചി അവിടെ കുത്തി നിർത്തിയേക്കോ, ഫൂട്ട് പൊക്കി തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതിനോട് ചേർത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് ഫൂട്ട് താക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇതിങ്ങനെ ഫൂട്ട് പൊക്കുക. പിന്നെയും തുണി തിരിക്കുക. തുണി തിരിച്ച് ക്ലോത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിൽ പോയി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യും. രണ്ട് സൈഡും സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഓർക്ക് ഈ ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. ചിലവർ ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. അങ്ങനെ ചെയ്യേണ്ട. അത് പണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടം ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുക. ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക, പിന്നെ 1/2 ഇഞ്ച് പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞ് വീണ്ടും 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട്
സ്റ്റിച്ച് ചെയ്യുക, സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലൈനിങ് ക്ലോത്തിന്റെ, ലൈനിങ് കുർത്തിയുടെ കട്ടിംഗ് ആയിട്ട് കാണാം. ബൈ.